നമസ്കാരം. എസ് വി ജേണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം പിണറായി വിജയൻ 3.0 അല്ലെങ്കിൽ LDF 3.0 ഇതിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ നടക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും എല്ലാം ആ ഒന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്കറിയാം. ഇനി നമുക്കങ്ങനെ 3.0 സംഭവിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതിന് ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രായോഗികമായ ഒരു വശമുണ്ട്. അതായത് ഇലക്ഷൻ റിസൾട്ടുകൾ. ആ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ 14 ജില്ലകളിലേക്ക് നമുക്ക് പോകുമ്പോൾ കാസർഗോഡ് ജില്ല ആദ്യമായി നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെയുള്ളത് 5 നിയോജക മണ്ഡലങ്ങളാണ്. ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് അറിയാവുന്ന പോലെ 3 എണ്ണം LDF പിടിച്ചു, 2 എണ്ണം മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു നീക്കം. അതായത് 2 UDFനും കിട്ടി, 3 എണ്ണം LDFനും കിട്ടി. ഇനി മറ്റു ഒന്നിലേക്ക് വരുമ്പോൾ പൊതുവെ കണ്ണൂർ എന്ന് പറയുന്ന ജില്ല LDFനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ UDFന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വെറും 2 സീറ്റിൽ മാത്രമാണ്. അതായത് മൊത്തം 11 സീറ്റാണ്. 9 എണ്ണത്തിൽ LDF സ്വാഭാവികമായും വിജയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്നാൽ പിന്നീട് വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ ആകെയുള്ളത് 3 സീറ്റുകളാണ് എന്ന് നമുക്കറിയാം. അതിൽ ഒരെണ്ണം മാത്രമാണ്, ഇപ്പം നമുക്കറിയാം മാനന്തവാടി സീറ്റ് മാത്രമാണ് LDFന് പോയത്. ബാക്കി 2 സീറ്റും ഇന്ന് UDFന്റെ കയ്യിലാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? അവിടെ ലീഗിന് വലിയൊരു പ്രാതിനിധ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ വയനാട് സീറ്റിനെ കുറിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ അതിമോഹങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാത്ത ഒരു ജില്ല കൂടിയാണ് വയനാട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം 3-2 എന്ന് പറയുന്ന കണക്ക് വലിയ പ്രശ്നമുള്ള കണക്കുകളൊന്നും അല്ല. ഇപ്പം വയനാട് അങ്ങനെ വിടുന്നു. കോഴിക്കോടേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് ഒരു LDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതിൽ മൊത്തം 13 മണ്ഡലങ്ങളുള്ളതിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നത്. ബാക്കി 11 മണ്ഡലങ്ങളും LDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിന്നത്. അതിൽ ഒരെണ്ണം ലീഗിന്റെ സീറ്റ് ആണ്. അതായത് കോഴിക്കോട് ലഭിച്ച 2 UDF സീറ്റുകളുണ്ടല്ലോ, ആ 2 UDF സീറ്റും കോൺഗ്രസിൻ്റെതല്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ലീഗിൻ്റെതാണ്, മറ്റൊന്ന് KK രമയുടേതുമാണ്. അതായത് RMPയുടേതുമാണ് മറ്റൊരു സീറ്റ്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ UDF നേടി എന്ന് പറയുന്ന ഒരു വിജയത്തെ പൂർണ്ണമായ തോതിൽ അതിനെ കോൺഗ്രസിന്റെ വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലീഗിന്റെയും KK രമയുടെയും വിജയം മാത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി മലപ്പുറം, ആസ് യൂഷ്വൽ മലപ്പുറത്തെക്കുറിച്ച് നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. കാര്യം മലപ്പുറം അതാ UDFന്റെ തന്നെയാണ്, മുസ്ലിം ലീഗിന്റെ തന്നെയാണ് അവിടുത്തെ മുഴുവൻ സീറ്റും എന്ന് നമുക്കറിയാം. അവിടെ 12 സീറ്റുകളാണ് UDF നേടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വണ്ടൂരിലുള്ള AP അനിൽകുമാറിന്റെ നിയോജക മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും ലീഗ് വിജയിച്ചു. അവിടെ LDFന് വെറും 4 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം മലപ്പുറം CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. മലപ്പുറം പൂർണ്ണമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കയ്യിലും UDFന്റെ കയ്യിലുമാണ്. അത് വാസ്തവമാണ്. ഇനി പാലക്കാടേക്ക് വരുമ്പോൾ മൊത്തം 12 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ അതിൽ 10ലും LDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. 10 നിയോജക മണ്ഡലങ്ങളും ഈ പറയുന്ന LDFന്റെ കയ്യിലുണ്ട്. അതിൽ വെറും 2 എണ്ണം മാത്രമാണ് UDFന് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓർക്കണം. ഇനി പാലക്കാട് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ സർക്കാർ വിരുദ്ധ പ്രശ്നമുണ്ട്, സർക്കാർ വിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിലുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ പോലും ഈ സർക്കാർ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാട് ആ സീറ്റ് കിട്ടി. അതായത് നമ്മുടെ ഷാഫി പറമ്പിൽ കളഞ്ഞിട്ട് പോയ പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ച് നേടാൻ കഴിഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ PV അൻവർ ഇറങ്ങിപ്പോയ നിലമ്പൂർ മണ്ഡലവും പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞു. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇവിടെ കേരളത്തിലങ്ങ് ഭയങ്കര സർക്കാർ വിരുദ്ധ ഒരു പ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിനെതിരായിട്ടാണ് ഈ വോട്ടുകളെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാർ വിരുദ്ധത അതിശക്തമായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും LDF അല്ലെങ്കിൽ UDF വിജയിക്കേണ്ടിയിരുന്നൊരു മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ആ മണ്ഡലമാണ് ചേലക്കര. അവിടെ വിജയിക്കണമായിരുന്നു. അവിടെ വിജയിച്ചിരുന്നെങ്കിൽ
ശരി, ഇത് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. കാര്യം സിറ്റിംഗ് സീറ്റ് തന്നെയാണ് കിട്ടിയത്. ഇപ്പം നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അത് വെച്ചിട്ട് സർക്കാർ വിരുദ്ധതയുണ്ടെന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. തൃക്കാക്കര ആരുടെ മണ്ഡലമാണ് തൃക്കാക്കര? അത് സ്വാഭാവികമായിട്ടും പി.ടി. തോമസ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സഹധർമ്മിണിക്ക് അത് കിട്ടും, സ്വാഭാവികമാണ്. ഇങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണെന്നേ. പുതുപ്പള്ളിയിൽ അവിടെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF തന്നെയാണെന്നേ അത് ചാണ്ടി ഉമ്മൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണോ തോന്നുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ പിന്നെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. മണ്ടത്തരമല്ലേ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പച്ചയ്ക്ക് പറഞ്ഞ മണ്ടത്തരം. സിറ്റിംഗ് സീറ്റ് അല്ല, വേറൊരു സീറ്റ് പിടിച്ചെടുക്കണമായിരുന്നു. PV അൻവർ പോട്ടെന്ന് വിചാരിക്കാം. PV അൻവറിന്റെ ആ സീറ്റ് പോയിക്കോട്ടെ. കാര്യം ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വർഷങ്ങളായിട്ട് കാലങ്ങളായി സ്വന്തം കയ്യിൽ വെച്ച് സ്വന്തം കുടുംബസ്വത്ത് പോലെ അനുഭവിച്ചു പോരുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലം. ആ നിലമ്പൂർ മണ്ഡലത്തിലാണ് ആര്യാട ഷൗക്കത്ത് ജയിക്കുന്നത്. പരമ്പരാഗതമായി സ്വത്ത് കിട്ടുന്ന പോലെ ഉള്ളൂ അത്. അല്ല, അതിനപ്പുറത്ത് വേറെ യാതൊരു പ്രാധാന്യവും അതിനകത്തില്ല. പിന്നെ ഇനി നമുക്ക് പാലക്കാടേക്ക് വിശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ആകെ ഉള്ളത് 13 നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ UDF ഒരെണ്ണമാണ് കിട്ടിയത് തൃശ്ശൂരിൽ. ആലോചിച്ച് നോക്കുക, ഒരൊറ്റ സീറ്റ് മാത്രമാണ് UDF തൃശ്ശൂർ കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം LDF തന്നെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എറണാകുളം, ഓഫ് കോഴ്സ് എറണാകുളത്ത് നമുക്ക് വേറെ നോക്കേണ്ട കാര്യത്തിൽ മധ്യ കേരളത്തിൽ വളരെ ശക്തമായി നിൽക്കുകയാണ്. മധ്യ കേരളത്തിൽ, അതായത് എറണാകുളം ജില്ലയിൽ തന്നെ 9 ഇടത്ത് UDF നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോഴും തീരെ താഴെ പോയിട്ടില്ല. 5 ഇടത്ത് LDF വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളൊരു വിഷയം. ഇനി ഇടുക്കിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സീറ്റുകളാണ് ഇടുക്കിയിലുള്ളത്. അതിൽ UDF ഇടുക്കിയിൽ നേടാൻ കഴിഞ്ഞത് വെറും ഒറ്റ സീറ്റ് മാത്രമാണ്. 4 സീറ്റുകൾ അവിടെ LDF നേടാനും കഴിഞ്ഞു. ഇനി നമ്മൾ കോട്ടയത്തേക്ക് വരികയാണ്. ഇനി നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് 9 സീറ്റുകളാണ് മൊത്തം ഉള്ളത്. 9 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ആ 9 എണ്ണത്തിൽ UDF 4-ലും LDF 5 ഇടത്തും വിജയിച്ചു. അപ്പോൾ അവിടെയും LDF പിന്നിലാണ് UDF നിൽക്കുന്നതെന്ന് അറിയാം. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതി വീണ്ടും ബഹുരസമായി മാറുന്നു. UDF ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. LDF 8 സീറ്റുകളിലും ആലപ്പുഴ ജില്ലയിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അതിലേറെ രസകരമായ ഒരു അനുഭവമാണ് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട പൊതുവെ സാമുദായിക സമവാക്യങ്ങൾക്കെല്ലാം പേര് കേട്ട ഒരു ജില്ലയാണെങ്കിൽ പോലും അവിടെ ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ UDF കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ആകെ ഉണ്ടായിരുന്ന 5 സീറ്റിലും വിജയിച്ചിരിക്കുന്നത് LDF തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ കൊല്ലത്തേക്ക് വന്നാൽ ആകെയുള്ളത് 11 സീറ്റുകളാണ്. ആ 11 സീറ്റിൽ LDF 9 ഇടത്തും UDF വെറും 2 ഇടത്തുമാണ് ജയിച്ചത്. ഇനി നമുക്ക് നോക്കാം, തിരുവനന്തപുരത്തേക്ക് പോയി നോക്കാം. തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളുണ്ട്. ആ 14 മണ്ഡലങ്ങളിൽ വിൻസെന്റ് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് LDF 3.0 സംഭവിക്കില്ല? മറുപടി പറയാൻ പറ്റൂ. എന്തുകൊണ്ട് സംഭവിക്കില്ല? കാര്യം ഇത്രത്തോളം പ്രാധാന്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിക്കഴിഞ്ഞു. 60-ലധികം സീറ്റുകൾ CPM എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് പിടിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല? സിമ്പിളായിട്ട് വിജയിക്കാം. ഇത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി. ഈ ഒരു അവസ്ഥ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി. ഇനിയിപ്പോൾ ഉള്ള എറണാകുളം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാസർഗോഡ് ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാം. കണ്ണൂരും ഒരു ഈ പറയുന്ന പോലെ 2 സീറ്റും കൂടി UDF കയ്യിലുണ്ട്. അത് രണ്ടും കൂടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തീരുമാനമാവുന്നില്ലേ? പലയിടത്തും അങ്ങനെ തന്നെയാണ്. ഇനി അതൊന്നും പോട്ടെ, ഇനി ലീഗ് ഒരു മറുകണ്ഠം ചാടിയാൽ തീർന്നില്ലേ? കോൺഗ്രസ് പിന്നെ ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ലീഗ് ഒറ്റകക്ഷിയായിട്ട് മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോഴും ഒരു മുന്നണി ബന്ധം എന്നുള്ളത് വേണ്ടി വരുമല്ലോ. അപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ കഴിഞ്ഞ തവണത്തെ ഒരു മൊത്തത്തിലുള്ള സീറ്റ് നിലവാരമൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും LDF തന്നെ അല്ലെങ്കിൽ LDF 3.0 സംഭവിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മൾ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസ് വരില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഒരിടത്ത് മറ്റൊന്നുണ്ട്, ഇവിടെ വേറൊന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് തമ്മിലടി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികാരം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു വിദൂര സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ തമ്മിലടി തുടങ്ങും. എനിക്ക് മുഖ്യമന്ത്രി ആവണം, എനിക്ക് മന്ത്രിസ്ഥാനം വേണം, എനിക്ക് APCC അധ്യക്ഷൻ വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. നമ്മൾ കളിപ്പാട്ട കടകളിലോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളുടെ അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ. ഈ ഒരു അടി തമ്മിലടി നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ പേരിൽ ലീഗുകാരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലീഗ് രാഹുൽ ഗാന്ധിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഗണിക്കാൻ വേണ്ടി. നടക്കില്ല.
രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ഈ രാഹുൽ ഗാന്ധി ഇവിടെ വരും, രണ്ടുപേരെയും എല്ലാ കക്ഷികളെയും കൂടെ വിളിച്ച് ഒരു ചർച്ച നടത്തും, ഒരു രമ്യതാ ചർച്ച നടത്തും. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പൊടി തട്ടി പോയി കഴിയുമ്പം ചങ്കരം വീണ്ടും തെങ്ങേ തന്നെ എന്ന് പറയുന്നതായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പൊ പ്രധാനമായും കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ തമ്മിലടിയാണ്. ഇതാണ് ശരിക്കും LDF-നെ സംബന്ധിച്ചിടത്തോളം വളക്കൂറുള്ള മണ്ണ് ആദ്യം ഒരുക്കി കൊടുക്കുന്നത്. ഇനിയും അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിച്ചാൽ, ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയും. ഇവിടെ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ ദേശീയപാത വികസനം പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിരോധിക്കപ്പെട്ട വാഹനങ്ങളെല്ലാം അതിൽ കയറ്റി ഇറക്കി ഓടിക്കും. ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നിടത്താണോ ശരിക്കും ഈ ജനകീയനാവുക? അല്ല, ഇത് മണ്ടത്തരമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മണ്ടത്തര പ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന പോലെ സർക്കാർ എന്ത് ചെയ്തു? ജനദ്രോഹപരമായ നടപടികളുമായി പോകുന്നു. എവിടെയാണ് ജനദ്രോഹപരം? അതുകൂടി എന്തുകൊണ്ട് UDF പറയുന്നില്ല? ഏത് കാര്യങ്ങളിലൊക്കെയാണ് സർക്കാർ ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഓണക്കാലഘട്ടത്തിൽ വിലവർദ്ധന വന്നപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിപണിയിൽ ഇടപെടൽ നടത്തിയതാണോ ജനദ്രോഹപരമായ നടപടികൾ? അല്ലെങ്കിൽ UDF സർക്കാർ മുടക്കിയിട്ടിരുന്ന പെൻഷൻ എപ്പാടെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർത്താണോ ജനദ്രോഹപരമായ നടപടികൾ? പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 1600 എത്തിച്ചതാണോ ജനദ്രോഹപരമായ നടപടി? സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അതല്ല, ഇവിടെ ഹൈവേ വികസനത്തിന് വേണ്ടി സ്ഥലമേറ്റെടുക്കലും അവർക്ക് അർഹിക്കുന്ന പണം കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത ആ നടപടിയാണോ ഇവിടെ ജനദ്രോഹപരമായ നടപടി എന്ന് പറയുന്നത്? ടൂറിസം വല്ലാത്ത തോതിൽ വളർന്നു, അതൊരു ജനദ്രോഹപരമായ നടപടിയാണോ? ആകാശപാതകളുടെ നിർമ്മാണം അടക്കം നടത്തി, ജനദ്രോഹമാണോ? മലയോര ഹൈവേയുടെ വികസനം വന്നു, ജനദ്രോഹമാണോ? അല്ല. അപ്പൊ പിന്നെ പെൻഷൻ ഇനിയിപ്പോൾ ഉയർത്താൻ പോകുന്നു, 2000-ലേക്ക് എത്തിക്കാൻ പോകുന്നു, ജനദ്രോഹപരമാണോ? അല്ല. കടം പറയുന്നു, CAG റിപ്പോർട്ട് വന്നല്ലോ. CAG റിപ്പോർട്ട് വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ 2024-25 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കടബാധ്യത കുറയുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 24-ൽ നിന്ന് 23 എന്ന് പറയുന്ന ശതമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത കുറഞ്ഞു. അപ്പോ അത് ഏതാണ്ട് 15-ാം സ്ഥാനത്ത് മറ്റുമാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ അതാണോ ഏറ്റവും ഈ കടബാധ്യത കുറയ്ക്കാൻ കഴിയുന്നതാണോ ജനദ്രോഹപരമായ നടപടി? അങ്ങനെയാണെങ്കിൽ പറയും സംസ്ഥാന സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ്. ഇതൊക്കെയാണ് ജനദ്രോഹപരമായ നടപടികൾ എങ്കിൽ UDF-ന് എന്ത് പറയാൻ കഴിയും? ഇനിയിപ്പോ ആശുപത്രികളിൽ മരുന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നം? സർക്കാർ സ്കൂളുകളിലെല്ലാം കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണോ പ്രശ്നം? മികച്ച റിസൾട്ടുകൾ സ്കൂളുകൾ കൊടുക്കുന്നതാണോ പ്രശ്നം? ഇതാണോ ജനദ്രോഹപരമായ നടപടി? ഓണക്കാലത്തിന് മുമ്പ് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുസ്തകം വിതരണം ചെയ്ത് ഓണത്തിന് പരീക്ഷ കൃത്യമായി നടത്തുന്നതാണോ ജനദ്രോഹപരമായ നടപടി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം, രണ്ടാം പിണറായി സർക്കാരാണെങ്കിൽ, രണ്ടാം ഇടതുപക്ഷ സർക്കാരാണെങ്കിലും ജനദ്രോഹം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ജനദ്രോഹ നടപടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രചരണമൊന്നും അങ്ങോട്ട് ഏശുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതും കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്ന ചില കാര്യങ്ങളാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അല്ലാതെ ചട്ടിക്കലവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന മറിയക്കുട്ടി ചേട്ടത്തിക്ക് അല്ലല്ലോ CPM-മാർ വീട് വെച്ചു കൊടുത്തത്, അല്ലേ? ഏറ്റവും അവസാനം മറിയക്കുട്ടി ചേട്ടത്തിക്ക് എന്താ പറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതോടൊപ്പം തന്നെ മക്കളെ BJP-യിലേക്ക് പറഞ്ഞു വിടുന്ന CPM നേതാക്കളാണോ ഇവിടെ ജനദ്രോഹപരമായ നടപടി നടത്തുന്നത്? അല്ല. AK-യുടെ മോൻ പോയി, ആശങ്കറിന്റെ മകനുണ്ട്, K കരുണാകരന്റെ മകൻ പോയി, ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിൽ അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അപ്പോൾ ഇങ്ങനെ BJP-യുമായി അടുത്തിടപഴകുന്നതാണോ അല്ലെങ്കിൽ അടുത്തിടപഴകാതിരിക്കുന്നതാണോ ജനദ്രോഹപരമായ നടപടി? അങ്ങനെയാണെങ്കിൽ CPM എന്നല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ജനദ്രോഹ സർക്കാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം നോക്കാം. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പം വീടുകളുടെ എല്ലാം കോൺക്രീറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം വീടുകളുടെ കോൺക്രീറ്റുകൾ ആരംഭിക്കുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഇത്രയും തുക വേണോ? നിങ്ങളുടെ ഒരു വലിയ എഞ്ചിനീയർ വന്നിട്ട് മാധ്യമങ്ങളോട് ചോദിച്ചാണ്, ഇത്രയും തുക എന്തിനാ? വെറും 8 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട വീടുകളല്ലേ ഇപ്പൊ 10-30 ലക്ഷം രൂപയ്ക്കൊക്കെ വെച്ചു കൊടുക്കുന്നത്, എന്തിനാ ഇത്രയും വലിയ വീട്? അല്ലെ? അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ വീട് പണിയിച്ചിട്ടുണ്ടോ? നമ്മൾ പലയിടത്തും വീടൊക്കെ വെച്ചു കൊടുക്കുന്നതല്ലേ, നമുക്ക് അറിഞ്ഞുകൂടെ എന്നായി ആ വിദ്വാൻ. എന്നിട്ട് പിന്നീട് എന്നാൽ ഇതിനെക്കുറിച്ച് ഏക്കും പൂക്കച്ചളെ അറിഞ്ഞുകൊണ്ടാണോ സംസാരിച്ചത്? അല്ല. വെറുതെ ഇത്രയും പൈസ മുടക്കി എന്തിനാ വീട് വെക്കുന്നത് എന്നായി ചോദ്യം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീടിന്റെ പ്ലാനും പദ്ധതിയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായി, ഇത് ഏത് പ്രകൃതിക്ഷോഭത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു വീടാണ് അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളോട് അവിടെ ഏകോപിപ്പിക്കാൻ പോവാണ്. അത് കൃത്യമായി GPS ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, എന്നിട്ട് ആ റോഡിന് എത്ര ആഴം വേണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിച്ചതിന് ശേഷമാണ് അവിടെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ നടത്തുക. ഈ ടൗൺഷിപ്പിലേക്കുള്ള റോഡുകൾ അതുവരെ നടത്തുന്നില്ലേ? ഇതാണോ ജനദ്രോഹപരമായ നടപടി? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഇതിനുവേണ്ടി പണം പിരിച്ച UDF എന്ത് ചെയ്തു? എത്ര വീട് വെച്ചു കൊടുത്തു?
രാഹുൽ ഗാന്ധി ഇപ്പൊ വന്ന് 100 വീടിന് തറക്കല്ലിടുമെന്ന് പറഞ്ഞില്ലേ? എവിടെ തറക്കല്ല്? ആരും കണ്ടില്ല. രാഹുൽ ഗാന്ധി വന്നുമില്ല. സെപ്റ്റംബറിൽ നടത്തുന്നല്ലേ, ഓഗസ്റ്റിൽ നടത്തുന്നല്ലേ പറഞ്ഞേ. സെപ്റ്റംബർ കഴിഞ്ഞ് ഇതിപ്പോ ഒക്ടോബറിലേക്ക് എത്തി. രാഹുൽ ഗാന്ധിയെ കണ്ടില്ല, രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടില്ല. എന്തിന്? സ്ഥലം എവിടെയാന്ന് കാണിച്ചു കൊടുക്കുക പോലും ഉണ്ടായില്ല. ഇവിടെ പുതിയ യൂത്തന്മാർ വന്നായിരുന്നല്ലോ. യൂത്തന്മാർ ഇവിടെ ബിരിയാണി ചലഞ്ച് അടക്കം നടത്തി ലക്കിടിപ്പ് വിതരണം നടത്തിയല്ലോ. എന്നിട്ട് ആ പണം എന്ത് ചെയ്തു? ഏറ്റവും അവസാനം അതിന്റെ അധ്യക്ഷന് വന്നിരുന്ന് പറയേണ്ടി വന്നു, ഞങ്ങൾക്ക് ആകെപ്പാടെ 80 ലക്ഷം രൂപ കിട്ടി. എന്നിട്ട് 80 ലക്ഷം എവിടെ? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ KPCC നടത്തുന്ന വീടിനോടൊപ്പം ചേർന്ന് നടത്താം എന്ന് പറഞ്ഞു. 100 വീട്, 1000 വീട്, 500, 300, ഇപ്പൊ എത്രയെന്ന് പോലും അവർക്ക് അറിയില്ല. ഏറ്റവും ഒടുവിൽ 100 എന്ന് പറഞ്ഞങ്ങ് തീരുമാനിച്ചു. ഇവിടെ DYFIക്കാർ ഒരു 5 വീടെന്നോ 20 പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, ഞങ്ങൾ 30 വീട് പറഞ്ഞിരുന്നതാണ്. 30 വീട് പറഞ്ഞു. എന്നിട്ട് എവിടെ 30 വീട്? ഇവിടെ DYFIക്കാർ പണം കൊടുത്തു കഴിഞ്ഞു, വീട് വെപ്പിനുള്ള പൈസ അവർ കൊടുത്തു. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചു ഇതുവരെ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇതാണോ ജനദ്രോഹം? CPM ചെയ്തുകൊണ്ടിരിക്കുകയാണോ ജനദ്രോഹം? ആലോചിച്ച് നോക്കൂ. ഇവിടെ CMDRFിലേക്ക് പണം കൊടുക്കരുത് എന്നൊരു പ്രചരണം നടത്തിയത് ആരാണ്? ആരെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് അങ്ങനെ നടത്തിയത്? പാവപ്പെട്ട മുണ്ടക്കയിലും ചൂരൽമലയിലും ജീവിക്കുന്ന സാധാരണക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടി. അതിനുവേണ്ടിയല്ലേ CMDRFിലേക്ക് പണം ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രചരണം നടത്തിയത്. അപ്പോൾ പിന്നീട് മറ്റൊരു കാര്യമുണ്ട്. അപ്പോഴൊക്കെ ഇത് വന്നു കഴിഞ്ഞു. ഇപ്പൊ NHന്റെ വികസനം എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ്. പെട്ടെന്ന് ഒരു വിവാദ വിഷയം ഉണ്ടാകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അതും വ്യാജൻ. നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെ വ്യാജനായെന്ന്. കോടതി തന്നെ പറഞ്ഞല്ലോ, യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. ശുഭം. അപ്പൊ പിന്നെ ഇനി ധൈര്യമായിട്ട് വ്യാജം എന്ന് വിളിക്കാം അല്ലെ? അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ഈ വ്യാജൻ എന്നുള്ള നിലയിലേക്ക് പോയല്ലോ. വന്നിരുന്നു കൊണ്ട് പറഞ്ഞ ഞങ്ങൾ ഇവിടെ പണപ്പിരിവ് നടത്തി. എന്നിട്ട് എവിടെ പണം? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുക്കും. എവിടെ പണം? എവിടെ സ്ഥലം? എവിടെ വീട്? ഇത് ജനങ്ങൾ ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കും. ഇനിയിപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. കാര്യം ആ പെണ്ണുകേസ് വന്നപ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പെണ്ണുകേസ് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നു. പൊട്ടിമുളച്ചതോടുകൂടി കയറായിരുന്ന കുരങ്ങൻ ഏണി വെച്ച് കൊടുത്തു എന്ന് പറയുന്ന അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ ഈ പറയുന്ന പണത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് പോവാം. അങ്ങനെ പുള്ളി സ്ഥലം വിട്ടു. 10-38 ദിവസം ഒളിവിലല്ല, വീട്ടിൽ കഴിഞ്ഞു. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ മുകേഷിന്റെ കഥ എടുത്തിട്ട് അവിടെയും പെട്ടു. മുകേഷിന്റെ കഥയിട്ട് സംസാരം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ 2 MLA അതിനെ തിരിപ്പുണ്ടല്ലോ. ആരൊക്കെയാ? A. വിൻസെന്റും പിന്നെ എൽദോസ് കുന്നപ്പള്ളി തൊടുപുഴയിലുള്ള പെരുമ്പാവൂര്. അവർ രണ്ടുപേരും അതിനെ തിരിക്കുക. അവർ രണ്ടുപേരും കുഴപ്പക്കാരാ. അവർ പിന്നെ A. വിൻസെന്റ് എന്ന് പറയുന്ന ആള് 31 ദിവസം ജയിലിൽ കിടന്നാ. അത് പെണ്ണുകേസാ. ഒരു പെണ്ണെ കൊല്ലാൻ ശ്രമിച്ചു. ഈ എൽദോസ് കുന്നപ്പള്ളിയോ കോവളത്ത് കൊണ്ടിട്ട് ഒരു ടീച്ചറെ അവിടെ നിന്ന് കൊല്ലാൻ ശ്രമിച്ചു. അത് തന്നെ. അപ്പോ ഈ മുന്നേ നടന്നവർക്കാണല്ലോ മുന്നേ നടന്നവരാണല്ലോ പിന്നെ നടക്കുന്നവർക്ക് മാതൃകയാവുന്നത്. പക്ഷെ അത്രയ്ക്കൊന്നും മൂക്കാത്തതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് എനിക്ക് നിന്നെ കൊല്ലാൻ നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഒരൊറ്റ വാചകത്തിൽ അങ്ങ് ഒതുക്കിയത്. ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കുക. ഈ ജനങ്ങളുടെ മുന്നിലാണ് ഇവിടെ സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ ജനവിരുദ്ധത എന്ന് പറയുന്ന സർക്കാർ മുഖമുദ്ര എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് VD സതീശൻ കൈയൊക്കെ ചൂണ്ടി ഇവിടെ പറഞ്ഞു ഞങ്ങളിവിടെ ബോംബ് പൊട്ടിക്കും. എന്നിട്ട് പൊട്ടിയോ? കയ്യിലിരുന്ന് പൊട്ടിയില്ലേ പല കാര്യങ്ങളും? പലതും കയ്യിരുന്ന് പൊട്ടിപ്പോയി. VD സതീശൻ കൊണ്ടുവന്ന ബോംബ് ഒന്നും കൊണ്ട് ഏശിയില്ല. BJPക്കാർക്കെതിരെ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് വേറൊരു കേസ് കൊണ്ടുവന്നു. അത് പിന്നെ C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ, അത് അവരുടെ കുടുംബ പ്രശ്നം, അത് അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ ഇതാണോ? എന്നിട്ട് വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇനി സർക്കാർ ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രതികരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുകേസ് വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാജിവെച്ചില്ലേ, ആ രാജിവെച്ച് ഒഴിവ് നികത്താൻ പറ്റുന്നില്ല. രാജിവെച്ചിട്ട് പോയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നികത്താൻ പറ്റാത്ത ഗതികേടില്ല കോൺഗ്രസ് പാർട്ടി. എന്താ ചെയ്യുക അല്ലേ? എന്ത് ചെയ്യാനാ? കാരണം ഒരാളെ കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ഒരാളുടെ പേര് പറയാം, അയാളെ ആക്കിയേക്കണേ. പറ്റത്തില്ല. അപ്പൊ എന്റെ കൂടെയുള്ള ആളെന്താ മണ്ടരാണോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ആളും വരും. ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങി. ഇനിയിപ്പോ ഷാഫി പറമ്പിൽ ഒരാളെ കൊണ്ടുവരും. ഇതിവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും തമ്മിലടിയാവും. എന്നിട്ട് ഏറ്റവും അവസാനം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷനില്ലാത്ത നാഥനില്ലാ കളരി പോലെ ഒരു യൂത്ത് കോൺഗ്രസ്. ആര് സമരം സംഘടിപ്പിക്കണം? എവിടെ സമരം സംഘടിപ്പിച്ചാലോ ആ സമരത്തിലെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ വലിയ വ്യാപകമായൊരു പിരിവെടുക്കും. എന്നിട്ട് ആ പിരിവ് പലരും വെട്ടിച്ചെടുക്കും. ഇതല്ലേ സംഭവിക്കുന്നത്. ഹരിതാബാബുവിന് കിട്ടിയ പണിയാണ്. ആലപ്പുഴ കായംകുളത്ത് മത്സരിച്ച ഹരിതാബാബു ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ ഞങ്ങൾ പിരിവെടുത്ത് കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കാശ് കിട്ടാത്ത പെൺകുട്ടി പറഞ്ഞു ഞാൻ ജീവിക്കുന്ന വലിയ കഷ്ടപ്പെട്ട, എന്റെ കുഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞ് സർക്കാർ സ്കൂളിലാണ് പോകും. സർക്കാർ സ്കൂളിൽ പോകുന്ന നല്ലതൊക്കെ തന്നെ, അത് ഒട്ടും മോശമൊന്നുമല്ല. എന്റെ കുഞ്ഞ് സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്, കാശില്ല,
കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. ഇത് CPM അടിച്ചിറക്കി വിട്ടതൊന്നുമല്ല. അത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ആ പാർട്ടി പിന്നെ യൂത്ത് കോൺഗ്രസിലുള്ള ഒരു നേതാവ്, വനിതാ നേതാവ് പറഞ്ഞത്. എന്താ അവസ്ഥ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴോ KPCCയെ മുച്ചൂട് വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വേറെ കുറച്ച് പേര്. അവർക്ക് ആദ്യം പാർട്ടി ഒന്ന് നന്നാക്കി എടുക്കണം. പാർട്ടി നന്നാക്കി എടുത്തെങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലും അടുത്ത തവണയെങ്കിലും ഇന്ന് മത്സരിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ലീഗുകാരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ലീഗും കൂടുതൽ സീറ്റുകൾ വേണമെന്നോ, ലീഗിന് ഈ പറയുന്ന പോലെ തമ്മിലടിക്കാരാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെന്നൊക്കെ ഉള്ള തരത്തിൽ ലീഗും ഒരു വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇടതുപക്ഷം 3.0 ഇവിടെ കേരളത്തിൽ സാധ്യമാകും. അത് 100% ഉറപ്പാണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ചരമഗീതം എഴുതി അങ്ങ് ആരംഭിക്കാം.